എടുക്ക്. അയ്യോ, ഇന്ന് ഇത്താന്റെ വകയാണോ ചായ? പഠിച്ചോനെ, ടേസ്റ്റ് ഒക്കെ ഉണ്ടാവണേ. വേണ്ടാട്ടോ, നീ എന്തായാലും കുടിച്ചിട്ടിരിക്കേ. ഞാൻ മോനിക്കാക്ക് ചായ കൊടുത്തിട്ട് വരാം. ചെല്ല് ചെല്ല്, കേട്ടാൻ കാത്തിരിക്കുന്നുണ്ടോ? നീ എന്താ ഇനി ഊക്കാണോ? ഏയ്, ഞാൻ ഇത്താനെ ഊക്കുക ചെയ്യോ? പിന്നെ ചെല്ല് ചെല്ല്, ചായ ചുടാറാതെ കൊടുക്കാലോ. എവിടേക്കും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്തായാലും ഞാൻ കൊടുത്തിട്ട് വരാം. ഇക്കെവിടെ പോയി? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. എന്താണ് എന്റെ കെട്ടിയോളം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേ? വീട്ടു മനുഷ്യ. മതി മതി, വിട്ടെന്നെ. എന്നിട്ട് ഈ കോഫി കുടിക്കാൻ നോക്ക്. കുറച്ചേരം കൂടി ഞാൻ നിന്നോട്ടെ പ്ലീസ്. ഇന്ന് രാവിലെ എണീറ്റിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല കേട്ടോ മോളെ. എനിക്കറിയായിരുന്നു, കറങ്ങി തിരിഞ്ഞ് ഇതിൽ തന്നെ നിങ്ങൾ എത്തുന്നു. വിട്ടെ വിട്ടെ, മതി മതി മതി. അങ്ങനെ അങ്ങ് മോള് പോയാ ശരിയാവില്ലല്ലോ. അങ്ങനെ മോള് പോയാ ശരിയാവുമല്ലോ ഇക്ക. ഇറങ്ങിട്ട് ഞാൻ പോണു. ഇപ്പൊ നീ പോക്കോ, നൈറ്റ് എന്റെ അടുത്തേക്ക് തന്നെയല്ലേ വരുന്നേ. അപ്പൊ ഞാൻ കാണിച്ചു തരാട്ടടി ഞാൻ ആരാന്ന്. ഓ ആയിക്കോട്ടെ. ഈ ചെസ് എന്ന് പറയണൊക്കെ എന്നെ പോലെയുള്ള ബുദ്ധിയുള്ളവർ കളിക്കണ കളിയാ, അല്ലാതെ നിന്നെ പോലെ പൊട്ടന്മാര് കളിക്കണല്ല. കളി കഴിഞ്ഞിട്ടില്ലല്ലോ ഉണ്ണി, നമുക്ക് നോക്കാം ഈ കളിയുടെ അവസാനം ആര് ജയിക്കുന്നു. എന്തായാലും ഞാൻ തന്നെ ജയിക്കുള്ളൂ. ഓ പിന്നെ, നീ അങ്ങോട്ട് ജയിച്ചിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് ജയിക്കുള്ളൂ. നീ നോക്കിയോ? നീ വാചകം അടിക്കാണ്ടാവുന്ന എടുത്ത് വെക്കോ, എന്നാലേ കളി മുന്നോട്ട് പോവുള്ളൂ. അയ്യോ സോറി മിസ്റ്റർ, ഇപ്പൊ എടുത്ത് വെക്കാം. താതിലോ, അതാ മോനിക്കും ചേച്ചി ഒരുമിച്ച് വരുന്നു. എനിക്ക് നമ്മളെ പ്ലാനൊക്കെ ഓർമ്മല്ലേ? പവറാക്കണം കേട്ടോ. പിന്നല്ല, അതൊക്കെ മറക്കാൻ പറ്റൂടി. ആഹാ, നിങ്ങളിരുന്ന് ചെസ് കളിക്കാണോ? കെട്ടില്ല റയിൽ എണ്ണ ആച്ചി എണ്ണ ആച്ചി കെട്ടിപ്പൊടിച്ച. അയ്യോ അപ്പ എല്ലാം പോച്ച്. അരെ വാ, എന്ത് നല്ല പാട്ട് അല്ലേ മോനിക്ക, അല്ലേ സിയത്ത? ഈ പാട്ട് കണ്ടുപിടിച്ചവരെ സമ്മതിക്കണം. ഇത്ര നല്ല പാട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ആടാ, ബാക്കി ലിറിക്സ് ഞാൻ പഠിപ്പിച്ചരാം. എന്തേ? അയ്യോ വേണ്ടിക്ക, വെറുതെ എന്തിനാ നിങ്ങളിവിടെ മിണ്ടാണ്ട് ചെസ് കളിച്ചോണ്ട്. എന്തെവിടെ എല്ലാരും കൂടി ഒരു ചർച്ച? അത് പിന്നെ ഇപ്പൊ ഇവരില്ലേ? ഞങ്ങള് ചെസ് കളിക്കായിരുന്നു. അപ്പൊ ഇവൻ അതിന്റെ ഇടയിൽ കൂടെ ഒരു ചളി പറഞ്ഞ, അപ്പൊ ഞങ്ങളൊക്കെ കൂടി ചിരിച്ചു. അത്രേ ഉള്ളൂപ്പാ. ഞാനും ഉണ്ണിയും കൂടി ചെസ് കളിക്കുക. മൂത്താപ്പ വരുന്നുണ്ടോ? പൈസ തരേണ്ടി വരും കേട്ടോ, ഞങ്ങൾ രണ്ടാളും ബെറ്റ് വെച്ചിട്ടാ കളിക്കണേ. ഞാനൊന്നുമില്ലടാ, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. അയ്യേ, നിങ്ങളിങ്ങനെ പൈസന്റെ കണക്ക് പറയില്ലേ, വേജി ഇതൊക്കെ ഒരു രസല്ലേ. ഇജിപ്പം ഇങ്ങനെ നിർബന്ധിക്കല്ലേ. വരാ, അല്ല ഞാൻ വൈറ്റ് കിട്ടോ, ഇജ് ബ്ലാക്ക് ആയിക്കോ. അതൊക്കെ ഞാൻ ഏതേലും ആയിക്കോളാം, നിങ്ങൾ വേജി ആദ്യം. ഉണ്ണിയ മതി ഫോൺ നോക്കിയത്, വായ നമുക്ക് പുറത്തേക്ക് പോവാം. എവിടേക്ക് പോണേ? ഇതിന്റെ ഉള്ളിൽ ഇരുന്നിരുന്ന് മടുത്തു. നമുക്ക് എവിടേക്കേലും കറങ്ങാൻ പോച്ച് നീച്ച. നടക്ക് പോവാ. ഐസ്ക്രീം നല്ല രസമുണ്ടായിരുന്നൂലേ, അല്ലെങ്കിൽ മേഴ്സ്ലീസ് വേറെ വൈബാണ്. പിന്നല്ല, പണ്ടേ മേഴ്സ്ലീസ് പൊളിയല്ലേ. ഉണ്ണി, അതാ പലിശക്കാരൻ ബാബു അല്ലേ? അയാൾ ഇന്നും പ്രശ്നം ഉണ്ടാക്കുക. നീ പറഞ്ഞത് ശരിയാ, അത് അയാള് തന്നെ. പാവൊരു മുത്തശ്ശനിട്ട് തല്ലിയാണല്ലോ. വാ നമുക്ക് പോയി നോക്കാം. അയാളാ പാവം മുത്തശ്ശനോട് പലിശ ചോദിക്കുകയായിരിക്കും. വേഗം വാ. എന്താണ് ബാബുട്ടാ, വീണ്ടും പലിശക്ക് ചോദിക്കാണോ? ഓഹോ, ഇതാര്? ഷഹാനയോ? അതെ, ഷഹാന തന്നെയാ. ആദ്യം നിങ്ങൾ ആ മുത്തശ്ശന്റെ കയ്യിന്ന് വിട്. കയ്യിന്ന് വിടാൻ പറയാൻ നീ ആരടി? എന്റെ തന്തയോ? എന്താ നീ നിന്റെ തന്ത പറഞ്ഞ മാത്രമേ കേൾക്കുള്ളൂ ബാബു ഏട്ടാ. കൂടുതൽ എന്നോട് വിളച്ചിലെടുക്കണ്ട കേട്ടോ. മുത്തശ്ശന്റെ കയ്യിന്ന് വിടടാ. വിട്ടില്ലെങ്കിൽ മോൾ എന്ത് ചെയ്യും? മൂക്കി കയറ്റുവോ? അതാ നീ എന്നെ തലയിൽ കയറ്റി വെക്കോടി. നീ ഇപ്പൊ മുത്തശ്ശന്റെ കയ്യിന്ന് വിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല. നീ എന്നെ എന്ത് ചെയ്യോടി? നിന്റെ ബെഡ്റൂമിൽ കയറ്റുവോ? ചേട്ടന്മാരെ ബെഡ്റൂമിലോട്ടല്ല ഹോസ്പിറ്റലിലോട്ട് കയറും ഞങ്ങളോട് കളിച്ച. എന്റെ ബോസിനോട് സംസാരിക്കാനും ആയോ നിങ്ങള്? ബോസോ? ഇയാളോ?
ചിരിപ്പിക്കാതെ പോയേ തന്തേ. ഇതിന്റെ ബോസ് ബാബുവേട്ടനും ഇയാളും തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിലൊക്കെ ഇടപെടാൻ നിങ്ങൾ ആരാ ഈ തന്തയുടെ? ഏത് വയസ്സന്മാർക്കും ഏത് ചെറുപ്പക്കാർക്കും ഏത് കുട്ടികൾക്കും പ്രശ്നമുണ്ടായാൽ ഞങ്ങളെത്തും. ടീം ഉണ്ണി ദിലു. യെസ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം അതില്. വേണ്ട വേണ്ട വെക്കുമ്പോ പെണ്ണ് തലയിൽ കയറണം. എടാ ഇവർക്കൊന്നും വായുകൊണ്ട് പറഞ്ഞ മനസ്സിലാവില്ല, നമുക്ക് പ്രവർത്തിച്ച് കാണിക്കാം. പെണ്ണല്ലേ, കുറച്ച് തട്ടിയും മുട്ടിയൊക്കെ നിന്നാ നമുക്കും സുഖം. പിന്നെ അവള് വീണേനെ നമ്മക്ക് എടുത്തോണ്ട് വീണ്ടും സുഖിക്കാടാ. വന്നൊന്ന് തൊട്ട് നോക്കടാ, അപ്പൊ മനസ്സിലാവും ഈ ഷഹാനെ ആരാന്ന്. Hustlers think you're tough, I know they'll drive you bonkers. Meet them once and they'll forever haunt ya. There's no heroes or villains in this place, just shadows. ആ ഉണ്ണി അങ്ങനെ തന്നെ അടിച്ച്. എനിക്ക് വല്ല ആവശ്യമുണ്ട് വിളിച്ചാൽ മതിട്ടോ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക. എല്ലാവരുടെയും ആരോഗ്യം കളയണ്ടാലോ. ഇതാ മോയിന്റെ വെറുതെ ഇരിക്കുക, അതിന്റെ വീഡിയോ എടുക്കുക, നമുക്ക് റീൽസ് ആയിട്ടിലൂടെ. അത് ശരിയാലേ, ഒരു മിനിറ്റ് അടി. ആ തുടങ്ങിക്കോ. Cross my heart and hope to die. Welcome to my dark side. Take a step into the heaven. Look around the scene, even the half of it. I'm walking the line between panic and losing my mind. Embracing the madness. My devils, they whisper in my ear, deafening me with all my fears. I'm living in a nightmare. Parts of me I cannot hide. I've tried and tried a million times. വേണമെങ്കിൽ ജീവനും കൊണ്ട് ഓടിക്കോ. ഈ പെണ്ണിന് പ്രാന്ത. വല്ല ഹോസ്പിറ്റലിലേക്ക് ഓടിക്കോ, അല്ലെങ്കിൽ ഇപ്പൊ ചാവും മനുഷ്യൻ. ഉണ്ണിയെ അഞ്ച് നെറ്റ് നല്ല പൊട്ടിക്കണോ. വന്ന ഹോസ്പിറ്റലിൽ കാണോ, അവരൊക്കെ പോയി. വെറുതെ വാ. ആ എണീറ്റോ? ഇപ്പൊ എനിക്ക് എങ്ങനെയുണ്ട് ഉണ്ണിയെ? ഇപ്പൊ കുഴപ്പമില്ലടാ, ചെറുതായിട്ടൊരു തലവേന അത്രേ ഉള്ളൂ. ആ എനിക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിച്ചാനോ വേണോ? എനിക്കിപ്പോ ഒന്നും വേണ്ട കഴിക്കാൻ. നീ എന്തിനാ ഇപ്പൊ എന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേ? ഇവിടെ ഫുള്ള് പൈസയല്ലേ വാങ്ങുള്ളൂ, നമ്മുടെ കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ പൈസ ഇല്ല. പൈസ നോക്കിയിട്ട് കാര്യമില്ലല്ലോടി, ഇവിടെ പിന്നെ നല്ല ട്രീറ്റ്മെന്റ് ആണ്, വേഗം ഇങ്ങോട്ട് മാറി കിട്ടുമല്ലോ. എന്നിട്ട് ബില്ലൊക്കെ വന്നിട്ടുണ്ടാവല്ലോ, എവിടെ താട്ട് ഞാൻ നോക്കട്ടെ. പൈസ കുറച്ച് കൂടുതലാ, അതിപ്പോ എങ്ങനെ അടക്കാന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ. ഇനിയിപ്പോ എന്താ കാട്ടാ? ഇജ്ജ് ബേജാറാവണ്ട, ഞാൻ ഒന്ന് ഷാനുക്കാനെ വിളിച്ചോക്കട്ടെ. ഹലോ ഷാനുക്ക. ഹലോ, എന്തേ ഉണ്ണി? ചെറിയൊരു പ്രശ്നക്ക. എനിക്ക് അടുത്തുള്ള PK ദാസ് ഹോസ്പിറ്റലില്ലേ, അവിടേക്കൊന്ന് വരുമോ? ഹോസ്പിറ്റലിക്കോ? എന്താണ് പ്രശ്നം? അതൊക്കെ ഞാൻ വന്നിട്ട് പറയക്ക, പ്ലീസ് ഒന്ന് വാ വേഗം. ശരി, ഞാൻ ദേ വരുന്നു. ആ ഇതെന്താ പറ്റിയത് ഉണ്ണിയുടെ നെറ്റിക്ക്? എന്താ പ്രശ്നം? ഇക്ക വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇത്രയൊക്കെ ഉണ്ടായി. എന്നിട്ട് ശരി, എൻ്റെ ATM കാർഡ് എന്നാ, നീ പോയി ബില്ലടച്ചിട്ട് പോ. ഐ ആം സോറി ഇക്ക, ഞാൻ മനഃപൂർവ്വമല്ലല്ലോ. ഐ നോ, ഇറ്റ്സ് ഓക്കെ. ഞാൻ പറയാറില്ലേ ഉണ്ണി, ഒന്ന് സൂക്ഷിക്കുന്നു. എനിക്കൊരു ചെറിയ മുറിവ് പറ്റുന്ന പോലും എനിക്ക് സഹിക്കാനാവില്ല. ഇക്ക വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനെ? വീട്ടിൽ പോയാൽ നന്നായി ചീത്ത കിട്ടുകയും ചെയ്യായിരുന്നു. താങ്ക് യു സോ മച്ച് ഇക്ക. അയ്യേ താങ്ക്സോ? എന്തിന്? നമ്മളൊക്കെ ഒരു ഫാമിലി തന്നെയല്ലേ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? അയ്യേ എനിക്കൊന്നും പറ്റിയില്ല, ഇവളുടെ നെറ്റി പൊട്ടി, അത്രേ ഉള്ളൂ. എന്നാ ഓക്കെ. പിന്നെ ഡിസ്ചാർജിനെ പറ്റി ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ഡിസ്ചാർജ് ആയിക്കൊള്ളാൻ പറഞ്ഞു. ഡോക്ടർ വന്നിട്ടല്ലേ? എന്നാ ഞാനിപ്പോൾ വരാം. ദിലു, നീ ഇവളുടെ അടുത്തൊന്ന് ഇരിക്കട്ടോ. എങ്ങോട്ടാ? ഞാനിപ്പോൾ വരാലോ, ഇവിടെ ഇരിക്കട്ടോ. ഉണ്ണി
നീ കിടന്നോ, ഡോക്ടർ വരാൻ ഇനിയും സമയമെടുക്കും. വേണ്ടടാ, എനിക്ക് ഒരു കുഴപ്പമില്ല. വാ നമുക്ക് വീട്ടിൽ പോവാം. ഇനി ഡോക്ടറൊന്നും വരണ്ട. മോളെ, മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? ആഹാ, മുത്തശ്ശനോ? മുത്തശ്ശൻ എന്താ ഇവിടെ? എനിക്ക് ഒരു കുഴപ്പമില്ല മുത്തശ്ശ. ഒരുപാട് നന്ദിയുണ്ട് മോളെ. മോളെ കണ്ടിത് പറയണം പറഞ്ഞിട്ടാ ഞാൻ ഓടി വന്നേ. അയ്യേ, ഇതെന്താ മുത്തശ്ശ അങ്ങനെ? എന്തിനാ നന്ദിയൊക്കെ പറയുന്നേ? മുത്തശ്ശന്റെ മോളെ പോലെ കണ്ടാ പോരെ? എൻ്റെ മക്കളൊക്കെ അങ്ങ് വിദേശത്താ. അവർ പൈസ അയച്ചാൽ ഇവിടെ എത്തുമ്പത്തിന് മിനിമം 2 ദിവസമെങ്കിലും എത്തും. ബാബുവിനെ കൊണ്ട് 2 ദിവസം ചോദിച്ചാൽ അവൻ തരുന്നില്ല. അതാ അവിടെ ഇന്ന് പ്രശ്നം ഉണ്ടാക്കി. അവന് ഞങ്ങള് 2 പൊട്ടിക്കണമെന്ന് വെച്ചിരുന്നതാ. എന്തായാലും പറ്റി. മുത്തശ്ശൻ വേണമെങ്കിൽ പൊക്കോ, മുത്തശ്ശന് വയ്യാത്തതല്ലേ. കുറെ അവിടെ നിന്ന് ബഹളമൊക്കെ കേട്ടിട്ട് പോയി റെസ്റ്റ് എടുത്തോ. അല്ല, ഞാൻ പോയിക്കോളാം. പക്ഷെ മോനൊറ്റയ്ക്ക്. അയ്യോ മുത്തശ്ശ, ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല, എൻ്റെ കൂടെ ഒരു ഇക്കയും കൂടെ ഉണ്ട്. ഞങ്ങൾ 2 ആളുണ്ടല്ലേ. ശരി മോനെ. അല്ല, ഇപ്പൊ ഇറങ്ങിപ്പോയതാരാ? ആ മുത്തശ്ശനെ ഇവളെ രക്ഷിച്ച്. പാവം ബഹളവും മടിയൊക്കെ കേട്ട് വയ്യാണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ പോകാൻ പറഞ്ഞേ. ഓ, എന്നാ ഇത് കുടിച്ചു എണ്ണി. എന്നാ ഇത് നീയും കുടിച്ചു. എനിക്ക് വേണ്ടിക്ക. ഞാൻ ഫുള്ളായി കുടിച്ചു കേട്ടോ. അതില് സ്നാക്സും ഉണ്ട്. 2 പേരും വിശക്കണില്ല എന്ന് പറഞ്ഞാലും മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നല്ല വിശപ്പുണ്ടെന്ന്. അതും എടുത്ത് കഴിച്ചോ. ആഹാ, ഇപ്പൊ ഷഹാന ഓക്കെ ആയല്ലോ. ആ ഡോക്ടർ, ഞാൻ ഫുൾ ഓക്കെയാണ്. ഇനി വീട്ടിൽ പോയിക്കോട്ടെ പ്ലീസ്. വീട്ടിലൊക്കെ പോവാം. അത് ഞാൻ പറയുന്ന മുഴുവനും കേട്ട് ശ്രദ്ധിച്ച് അതുപോലെ ചെയ്യണം. തലയ്ക്ക് അധികം പെയിൻ കൊടുക്കാൻ പാടില്ല. താൻ ഫുട്ബോൾ കളിക്കുന്ന ഇയാൾ പറഞ്ഞല്ലോ, ഫുട്ബോൾ തലയും കൊണ്ട് അടിക്കാൻ പാടില്ല. ഫ്രൂട്ട്സ് നന്നായി കഴിക്കുക. ബ്ലഡ് ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് അധികം കഴിക്കുക. പിന്നെ ഞാൻ പെയിൻ കില്ലർ എഴുതിയിട്ടുണ്ട്. പെയിൻ വന്നാൽ മാത്രം പെയിൻ കില്ലർ കഴിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് പോവാം. താങ്ക് യു ഡോക്ടർ. നമുക്കെല്ലാവർക്കും കൂടി എൻ്റെ കാറിൽ പോയാൽ പോരെ? ബൈക്ക് ഉണ്ടിക്ക, നിങ്ങൾ 2 ആളും കൂടി കാറിൽ വന്നോ, ഞാൻ ബൈക്കിൽ വന്നോളാം. പോവാം. ഇതെന്തിനാ ഇവിടെ നിർത്തിയേക്ക? നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ, അല്ലാണ്ട് പിന്നെ എന്തിന്? എനിക്ക് ഫ്രൂട്ട്സ് ഒന്നും ഇഷ്ടമല്ല, വാങ്ങണ്ട. എന്താ പറഞ്ഞേ നീ? ഞാൻ എന്താ പറഞ്ഞാലേ, ഫ്രൂട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇക്ക നല്ലത് നോക്കി വാങ്ങിക്കണേന്ന് പറയുന്നു. അയ്യേ, ഇതൊക്കെ ഞാൻ തിന്നണ്ടേ? എനിക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? വീട്ടിൽ പോയിട്ട് ദിലുവിന് കൊടുത്താലോ? വേണ്ട, അവൻ ഷാനുഖാനോട് പറഞ്ഞു കൊടുക്കും. എന്താ ചെയ്യാം? ആ ഡോക്ടർ അറിഞ്ഞപ്പം അങ്ങനെയൊക്കെ ശരിയല്ല. ഹലോ മേഡം, നമുക്ക് പോവാം. ആ പോവാ. എന്താണ് എൻ്റെ മേഡത്തിനൊരു മൂകത പോലെ? എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരുമോ പ്ലീസ്? ഹെൽപ്പോ? ആദ്യം കാര്യം പറ നീ. അല്ലിക്ക, ഞാൻ എന്തായാലും വീട്ടിൽ പോയ ഉമ്മ ചോദിക്കും തലയ്ക്ക് എന്താ പറ്റിയാണ്. ഞാനെന്ത് പറയും? അതുകൊണ്ടേ ഞാൻ ഇക്കാടെ പേര് പറഞ്ഞോട്ടെ. അതിന് ഞാനാണോ നിന്റെ തലക്കടിച്ച് പൊട്ടിച്ച്? അയ്യോ, അങ്ങനെ അല്ലിക്ക. ഇപ്പൊ ഇമ്മ എന്നോട് ചോദിക്കും എന്താണ്, അപ്പൊ ഞാൻ പറയും ഇക്കയും ബാബേട്ടനോട് തല്ലുണ്ടായി. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾ നോക്കാൻ വന്നപ്പോ അയാൾ ഇന്റെ തലക്കിട്ട് വന്നു. അത്രേ ഉള്ളൂ. നീ എൻ്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാനാണല്ലേ? ഇക്കെന്താ അവിടെ തന്നെ ഇരിക്കുന്നേ? കേറുന്നില്ലേ? ഇല്ല, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. പിന്നെ ഒരു ദിവസം കയറാം. ശരി എന്നാ. പിന്നെ ഉണ്ണീസേ, നൈറ്റ് വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഫ്രണ്ടിന് ഒരു ജോബ് കിട്ടി. അപ്പം നൈറ്റ് പാർട്ടി തരുമോ? എന്തായാലും വിളിക്കാൻ പറ്റില്ലെങ്കിൽ ഐ വിൽ ടെക്സ്റ്റ് യു. ഓക്കെ, ശരി, ബൈ, ടേക്ക് കെയർ.
ഇപ്പൊ എങ്ങനെയുണ്ട് എനിക്ക്? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ഒക്കെ. ഷാനുക്ക ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് കാട്ടിയനെ? റിയലി ഭയങ്കര കെയറിങ് ആണല്ലേ ഷാനുക്ക. നമ്മളറിയാതെ തന്നെ നമ്മളുടെ വിശപ്പക്കാരന് ഫുഡൊക്കെ വാങ്ങിച്ചു തന്നില്ലേ? അല്ല എന്ത് ഈ കവറില്? അതും ഷാനുക്ക് വാങ്ങിച്ചെന്ന ഫ്രൂട്ട്സാ, കഴിക്കണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, അതാ ഞാൻ പറഞ്ഞ ഷാനുക്ക ഭയങ്കര കെയറിങ് ആണ്. എന്തായാലും നീ റെസ്റ്റ് എടുക്ക്, ക്ഷീണിച്ചിട്ടില്ലേ. ഫ്രൂട്ട്സൊക്കെ പിന്നെ കഴിക്കുക കേട്ടോ, പാവം മേടിച്ചു തന്നല്ലേ. ആടാ അറിയാം, ഞാൻ കഴിച്ചോളാം. ശരി, നീയും പോയി കിടക്ക്. ഇക്കാണല്ലോ ഇപ്പൊ എങ്ങനെയുണ്ട് ഫുഡ് കഴിച്ച്? എന്നെ മിസ് ചെയ്തില്ല. കഴിച്ചോ? മിസ്സിട്ടു ഇക്ക. ഞാൻ കഴിച്ച് ഒരുപാട് ഫോൺ നോക്കാതെ പോയി കിടന്നുറങ്ങി റെസ്റ്റ് എടുക്ക്. ഗുഡ് നൈറ്റ് ബേബി. ഗുഡ് നൈറ്റ് ടു യു ഇക്ക. वे कमलिया वे कमलिया वे कमलिया मेरे नादान दिल वे कमलिया वे कमलिया वे कमलिया मेरे नादान दिल दो नैनों के पेचीदा सा गलिया रे इनमें खोकर तू मिलता है कहाँ तुझको अंबर से पिंजरे ज्यादा प्यारे उड़ जा कहने से सुनता भी तू है कहाँ गल सुन